നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലാസ്റ്റ് ഗേറ്റ് സർവൻസിൻ്റെ പഴയ ചോദ്യങ്ങളാണ്, മുൻവർഷ ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 174/24 ലാസ്റ്റ് ഗേറ്റ് സർവൻസ് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ നടന്ന എക്സാമിൻ്റെ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. റൗലറ്റ് ആക്ട്. റൗലറ്റ് നിയമമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് എന്താണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധമില്ലാത്ത എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണിവിടെ? ഉദ്ധം സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവർ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ്. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവർ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സംഘടനയുമായി ബന്ധമുള്ളവർ ആകുന്നു. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ ആണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? കോടതിയെ സമീപിക്കാനാകില്ല എന്നതാണ് ഉത്തരം. കോടതികളെ സമീപിക്കാൻ ആവില്ല. നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ ആവില്ല. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. തന്നിരിക്കുന്നവയിൽ ശ്രീ നാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതൊക്കെയാണ്? എ. ആലുവ മണപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി, ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. 1903 SNDP സ്ഥാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സംഘടന കൊണ്ട് ശക്തരാകുവാൻ ആഹ്വാനം ചെയ്തു. ഇതിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതാണ്? ഇതിൽ ഒരു ജാതി ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള സംഭവമാണ് സി മാറ്റി എഴുതിയേക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആലുവയിലും ഉള്ളതൊക്കെ ഈ മൂന്നെണ്ണം അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഒന്ന് മനുഷ്യത്വം എന്നുള്ളത് ഓപ്ഷൻ സി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഇല്ല, അവിടെ ഇല്ല. നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ കോൺഗ്രസ്, ഇന്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി. ഇന്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. നേതാവ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. ലക്ഷ്മി മലയാളിയാണ്. ലക്ഷ്മി മലയാളി. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ.
സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിന് ആണ്? ബ്രസീൽ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? റെനിൽ വിക്രം സിൻഹ. റെനിൽ വിക്രം സിൻഹ. റെനിൽ വിക്രം സിൻഹ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? വി പി മേനോൻ. വി പി മേനോൻ. ചേരുംപടി ചേർക്കുക. ഭിലായ്. ആൻസർ വരുന്നത് ഭിലായ് എപ്പോഴും സോവിയറ്റ് യൂണിയൻ ആണ്. ഭിലായ് സോവിയറ്റ് യൂണിയൻ. ബൊക്കോറോ സോവിയറ്റ് യൂണിയൻ. റൂർക്കല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. സെയിം ആണെല്ലാം. ഭിലായ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി ആകുന്നു. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോട് നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എന്നാണ്? 1986. ലക്ഷ്യം എന്തായിരുന്നു? പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്തിൻ്റെ ലക്ഷ്യം? ദേശീയ വിദ്യാഭ്യാസ നയം അല്ലേ? അത് വന്ന വർഷം 1986. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം 1986 നിലവിൽ വന്നു. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ ആകുന്നു? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 10+2+3 ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. 10+2+3 ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം മെയ് 25. മെയ് 25 ലോക ഫുട്ബോൾ ദിനം. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരായിരുന്നു? 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരായിരുന്നു? പ്രതിഭ റായ്. പ്രതിഭ റായ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബിയും ഡിയും ഇവിടെ തെറ്റായ കാര്യങ്ങളാണ്. ബിയിൽ പറഞ്ഞേക്കുന്നതും ഡി പറഞ്ഞതും തെറ്റാണ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? യുദ്ധഭൂമി ഏതാണ്? ആൻസർ സിയാച്ചിനാണ്. സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി, സിയാച്ചിൻ. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഇതേതാണ്? തെറ്റ്. ഇതിൽ കാണുന്ന അത്രയും തന്നെ പ്രസ്താവനകൾ തെറ്റേതാണ്. സോ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാം. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൽ ഒറ്റയാൻ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഒറ്റയാൻ ആരാണ്? ഒറ്റയാൻ ഹിമാലയമാണ്. ഹിമാലയം ആണ്. ഉത്തരപർവ്വത മേഖല,
ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലങ്ങളും ദ്വീപുകൾ ഇവയെല്ലാം ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏതാണ്? ഇത് നമുക്ക് തെറ്റായ ഒന്നും തന്നെ കാണുന്നില്ല. ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. കേരളത്തിലെ നദികൾ, ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷിറിയ, നെയ്യാർ. ഇതിൽ ഒറ്റയാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പറയാം? നെയ്യാറാണ് ഒറ്റയാനായിട്ട് വരിക. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ദേശീയ ജലപാത, കേരളത്തിലെ ദേശീയ ജലപാത എന്ന് പറയുമ്പോൾ NW3 ആണ്. NW3, കേരളത്തിലെ NW3 ആണ് ദേശീയ ജലപാത. പഠിച്ചു വെക്കാം. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, ജില്ലകൾ, അവിടെ ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനായിട്ട് വരുന്നത് ഇവിടെ സിയാൽ പദ്ധതി എറണാകുളമാണ്. വൈദ്യുത പദ്ധതി ജില്ല വരുമ്പോൾ സിയാൽ പദ്ധതി എറണാകുളമാണ് ഒറ്റയാൻ. നെക്സ്റ്റ്, കേരളത്തിൽ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. അടുത്തത് തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. ചിന്നാർ വന്യജീവി സങ്കേതം, അതായത് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലമാണ് ചിന്നാർ. അടുത്ത, ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭയുടെ കൺവീനർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതാണ്? കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കിടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏതാണ്? ആൻസർ കതിർ ആപ്പാണ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? 134 ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ബുധൻ ആണ്. സുൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് എന്നാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ്? ആൻസർ 800. ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ടിന്റെ പേരെന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ടിന്റെ പേരെന്താണ്? ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ അത് ബിയും സിയുമാണ് ശരിയായ പ്രസ്താവനകൾ. അത് മാത്രം പഠിക്കാം. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര.
അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? ആൻസർ എയും ഡിയും. വിറ്റമിൻ എ ആൻഡ് വിറ്റമിൻ ഡി ആണ്. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതാണ്? ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോൺ ഉദാഹരണം ഏതാണ്? ഫിറമോണിന് ഉദാഹരണം ഏതാണ്? ഫിറമോൺ എന്ന് പറയുമ്പോൾ ബോംബിക്കോൾ ആണ് ഫിറമോണിന് ഉദാഹരണം. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്താനാണ്? ആൻസർ COVID-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ വൈറസ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏതാണ്? പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? പേര് ഫോമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതൊക്കെയാണ്? വിസരണം. തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്നത് ആരൊക്കെയാണ്? പിച്ചളയുടെ ഘടകങ്ങൾ ആരൊക്കെയാണ്? ഘടകമായി വരുന്ന ലോഹം. പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? സ്വർണം, വെള്ളി, സിങ്ക്, അലൂമിനിയം എന്നിവയുണ്ടതിൽ സിങ്ക് ആണ് ഘടകമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയ ആണ് വരുന്നത്. LGS എന്ന ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്ത് നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തത് ബയോളജി ക്ലാസ്സുമായി വരാം.